സിലബസ് എന്ന് പറയുന്ന സാധനം ശരിക്കും നീറ്റിൽ 11th 12th ആണ്. 11ാം ക്ലാസ് 12ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയാണ് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ശരിക്കും 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യങ്ങൾ 8, 9, 10 ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് വരുന്ന കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചാപ്റ്റേഴ്സാണ് CBSEയുടെ നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ 11ാമത്തെ ക്ലാസ് 11th വരുന്ന മുഴുവൻ ചാപ്റ്റേഴ്സും. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധനങ്ങളാണ് 12th വരുന്ന മുഴുവൻ സാധനങ്ങളും. 8ാം ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസുകൾ അവിടെ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ശരിക്കും 8ാം ക്ലാസ് മുതൽ 12th വരെയുള്ള ടോട്ടൽ അക്കാഡമിക് പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ നീറ്റ് എക്സാമിൻ്റെ സിലബസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നീറ്റ് എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് NTA ഓരോ വർഷവും പബ്ലിഷ് ചെയ്യാറുണ്ട്. ഏതെല്ലാം ഹെഡിങ്ങുകളിൽ നമ്മൾ പഠിക്കണം, ഏതെല്ലാം ഹെഡിങ്ങുകളിൽ നിന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഇടുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാറുണ്ട്. ഓരോ സബ്ജക്ട് വൈസ് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണുള്ളത്. ഇതിൽ ബയോളജിയിൽ നിന്നാണ് പകുതി ചോദ്യം